ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ലാബ് ഫോർ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. അതിൽ തന്നെ ആക്ടിവിറ്റി 4.1 ആണ് നമ്മൾ ചെയ്യൽ. 4.2ഉം 4.3ഉം ഫോണിൽ ചെയ്യാൻ പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സോ ആദ്യത്തെ മാത്രമേ നമ്മൾ ചെയ്യുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അതായത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് ലാബ്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒറിജിൻ പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഒറിജിൻ ആദ്യമേ നമുക്ക് പ്ലോട്ട് ചെയ്യാം. അതിന് മുമ്പ് നമ്മൾ ആംഗിൾ യൂണിറ്റ് എന്നുള്ളത് റേഡിയനിലേക്ക് മാറ്റണത് സെറ്റിങ്സിൽ നിന്ന് തന്നെ മാറ്റാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആദ്യം മാറ്റി കൊടുക്കാം. അതായത് ആംഗിൾ യൂണിറ്റ് റേഡിയൻസിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം ഒറിജിൻ പ്ലോട്ട് ചെയ്യുക. ജസ്റ്റ് O എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ കിട്ടും, അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ 00 എന്ന് കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു യൂണിറ്റ് സർക്കിൾ വരയ്ക്കുകയാണ് നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ അതിന് സർക്കിൾസ് എന്നുള്ള ഒരു സെക്ഷനിൽ സർക്കിൾ സെൻറ്റർ ആൻഡ് റേഡിയസ് തിരഞ്ഞെടുക്കുക. റേഡിയസ് 1, യൂണിറ്റ് സർക്കിൾ അല്ല, 1 കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു യൂണിറ്റ് സർക്കിൾ കിട്ടും. ഓക്കെ, അപ്പോൾ യൂണിറ്റ് സർക്കിൾ കിട്ടുമ്പോഴേക്കും നമ്മൾ 1,0 എന്നുള്ള പോയിന്റ് എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യുക. B = എന്ന് പറഞ്ഞ് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ തന്നെ കിട്ടും. ഇനി നമുക്ക് സ്ലൈഡറിൽ ഉണ്ടാക്കുക. 0.01 തന്നെ ഇൻക്രിമെൻറ്റ്, മാക്സിമം മിനിമം 10 വെച്ച് കൊടുക്കുക. -10ഉം 10ഉം ആക്കി കൊടുക്കുക. അപ്പോഴേക്കും നമുക്കവിടെ ഒരു സ്ലൈഡർ വന്നു കഴിഞ്ഞു. ഇനി അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ആക്ടിവിറ്റി ചെയ്യുക. ആംഗിൾ കൺസ്ട്രക്ഷൻ ആണ്. ആംഗിൾ വിത്ത് ഗിവൻ സൈസ് എടുത്തിട്ട് BO തിരഞ്ഞെടുത്ത ശേഷം ആംഗിൾ A എന്ന് കൊടുക്കുക. എക്ക് അനുസരിച്ചാണ് മാറുന്നത്. സോ A എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി അതിനെ ലൈൻ സെഗ്മെന്റ് യൂസ് ചെയ്ത്, ലൈൻസിൽ സെഗ്മെന്റ് യൂസ് ചെയ്തുകൊണ്ട് BO അങ്ങനെ OB' അങ്ങനെ ജോയിൻ ചെയ്യിക്കുക. അപ്പോൾ നമ്മൾ സ്ലൈഡർ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് B' ഉണ്ടാവുന്ന ആംഗിളും റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് B' P എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുക, നെയിം ചെയ്യുക. അപ്പോൾ ഇപ്പം തന്നെ വന്നു നെയിമിൽ B' എന്നുള്ളത്. അതപ്പം തന്നെ റീനെയിം ചെയ്ത് P എന്നാക്കുക. ഇനി വേറെ ഇത് തിരഞ്ഞെടുത്ത് നോക്കി സമയം കളയേണ്ടതില്ല. അപ്പം തന്നെ P എന്ന് പറഞ്ഞ് നമുക്ക് നെയിം ചെയ്താലും മതി. ഓക്കെ, പെട്ടെന്ന് ചെയ്യാൻ പറ്റും, വലിയ ടാസ്കുള്ള കാര്യമല്ല. സോ അത് കൃത്യമായിട്ടൊന്ന് P എന്ന് പറഞ്ഞിട്ട് നെയിം സെലക്ട് ചെയ്ത ശേഷം കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ P എന്നുള്ളൊരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി Pയുടെ കോർഡിനേറ്റ്സ് ചെയ്ത് കാണിക്കുക. അത് സെറ്റിങ്സിൽ തന്നെ നെയിമിൻ്റെ അകത്ത് നെയിം ആൻഡ് വാല്യൂ കൊടുത്ത ശേഷം ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് Pയിൽ 2 കോർഡിനേറ്റ്സ് കിട്ടും. X കോർഡിനേറ്റും Y കോർഡിനേറ്റും. X കോർഡിനേറ്റ് ആംഗിളിൻ്റെ സൈൻ കോസ് വാല്യൂ, Y കോർഡിനേറ്റ് സൈൻ വാല്യൂമാണ് തരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആംഗിൾസ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ വാല്യൂസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ Aക്ക് വേണ്ടിയൊരു സ്ലൈഡർ ആണ് ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമ്മൾക്ക് ഇവിടെ സ്ലൈഡർ അല്ല, ഇൻപുട്ട് ബോക്സ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സ്ലൈഡറിൻ്റെ ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് വെറുതെ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്കത് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യാം. അത് മാറിപ്പോയതാണ്. ഇൻപുട്ട് ബോക്സ് ആണ് നമുക്ക് വേണ്ടത്. സോ ടൂൾസിൽ അവസാനം കിടക്കുന്ന ഇൻപുട്ട് ബോക്സ് ഓപ്പൺ ചെയ്ത ശേഷം ഇഷ്ടമുള്ള ക്യാപ്ഷൻ കൊടുക്കുക. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ലിങ്ക്ഡ് ഒബ്ജക്റ്റിൽ ആ നമ്പർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ നമ്പറിനനുസരിച്ചാണ്, ആ നമ്പറിൻ്റെ കോസും സൈനും ആണ് നമുക്ക് വരുന്നത്. കോസും സൈനും അറിയാമെങ്കിൽ നമുക്ക് ബാക്കി എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെയും വാല്യൂ കാണാം, ടാനും എല്ലാം കാണാം. അപ്പോൾ ഞാനിവിടെ π/3 ആണ് കൊടുത്തത്. അപ്പോൾ π/3യുടെ കോസാണ് ആദ്യം, സൈനാണ് രണ്ടാമത്തെ നമ്പർ. ഓക്കെ, ഇനി നമുക്ക് മാറ്റിയിട്ട് 2 കൊടുക്കാം. അപ്പോൾ 2 കൊടുക്കുമ്പോൾ 2ൻ്റെ കോസും 2ൻ്റെ സൈനും ആണ്. ഓക്കെ, 2 റേഡിയൻ്റ് ആണ് വരുന്നത്. അപ്പോൾ 2 റേഡിയൻ്റ് കോസും പിന്നത്തത് സൈനും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആംഗിൾസിൻ്റെ വാല്യൂസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യുന്ന ആക്ടിവിറ്റി. 4.1 മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 4.2ഉം 4.3ഉം ഫോണിൽ ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അത് ചെയ്യാൻ തന്നെ പറ്റത്തില്ല എന്ന് പറയാം. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. വിഷമല്ല, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.